Aliens. ആ സാറേ ഇല്ല പണിഞ്ഞോണ്ടിരിക്കുക. ആ അതൊക്കെ മുറുക്കി. അത് ഇവിടുത്തെ ബാറ്റയുടെ ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് അഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. ചിലപ്പോ മാറേണ്ടി വരും. ഓ ഹോസ്പിറ്റൽ അല്ല ഇവിടെ പറഞ്ഞ എന്റെ പൊന്നു സാർ, ഇനിയെങ്കിലും ഒന്ന് പുതിയ സാധനങ്ങൾ മേടിച്ചു വെക്കാം. അല്ല ഇത് കൊടുത്തിട്ട് പുതിയ വണ്ടി മേടിക്കരുത്. എത്ര വർഷമായി ഞാൻ തന്നെ പല പണി തന്നെ ഇതിനകത്ത് പഠിച്ചെന്ന് വേണം പറയാം. ഞാൻ തീരുമാനം വിളിക്കാം. ശരി ശരി ശരി. ഇവളിപ്പോൾ എന്തിനാ വിളിക്കുന്നത്? പൈസക്കായിരിക്കും, അല്ല എന്തിനും കുറെ പണിയൊന്നും ഇല്ലല്ലോ. എന്തരാണ് ഹലോ, എന്തുവാടി? വയ്യടി, ഭയങ്കര പനിയും തൊണ്ടയടപ്പും. അങ്ങനെ ചേട്ടത്തിൻ്റെ ഞാൻ ഗുളിക അടിച്ച് കഴിച്ചു. ആശുപത്രി പോകാൻ പൈസ വേണ്ടേ? 500 രൂപ ഉണ്ടായിരുന്നേ ഞാൻ ആശുപത്രി പോയാനെ. നീ എന്ത് വിളിച്ചേ? ഇല്ല, എങ്ങോട്ടും ഇറങ്ങിയില്ല. പണി വന്നാൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. തീരെ വയ്യടി. നോക്കട്ടെ, കുറവില്ലപ്പാ. പിള്ളാരെന്തിയേ? ഇത്ര നേരം ചുമയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തുപറ്റി? ഉണ്ടായ ചുമ. ആരാ വിളിച്ചത്? ആരായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്? റോസ് ചേച്ചി. ഓ, ചുമ്മാതല്ല ചുമച്ചത്. എന്തുപറ്റി? ഇന്നലെ വിളിച്ച് കറണ്ട് അടയ്ക്കാനുള്ള പൈസ ഇട്ട് കൊടുത്തു. ഞാൻ 24 മണിക്കൂർ അങ്ങ് പണിഞ്ഞോണ്ടിരിക്കുവാണ്. ഈ നിങ്ങൾ വിളിക്കുമ്പോ ഒന്ന് പറയണം, വല്ലപ്പോഴും പണിയുള്ളൂ. പണിഞ്ഞെ ഇന്നെന്തിനാ വിളിച്ചത്? ഇന്ന് വിളിച്ച് എവിടാ എന്തോ ഏതാന്നൊക്കെ മാത്രമേ ചോദിച്ചുള്ളൂ. തീരെ വയ്യാന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്കടെ പൈസയുടെ കാര്യം അവള് ചോദിച്ചു. അവനൊരു വീടാകുമ്പോ പിന്നെ ചെലവില്ല ചേച്ചാ? ഡെയിലി വീട്ടിൽ ചെലവ് വരുമോ? ചെലവില്ല. സാധനങ്ങൾ മേടിക്കുന്ന നോക്കെ ഡെയിലി വീട്ടിൽ പൈസക്ക് ആവശ്യം. പിന്നെ പൈസ വേണ്ടേ? ഞാൻ 500 രൂപ മാറി എന്തിനുണ്ട് ഇപ്പം? ഒരു മീൻ മേടിക്കണതിന് കൊടുക്കണമല്ലോ 300 രൂപ. 300 രൂപയുടെ മീൻ വേണ്ട, 100 രൂപയുടെ മീൻ മേടിച്ച് കഴിച്ചാൽ മതി. അയ്യോ 100 രൂപയ്ക്ക് ഇരിക്കണം മീൻ. ഞാൻ ചോട്ടെ, ലില്ലിപ്പണ്ണി ഇതേപോലെ കനാൻ വെച്ചപ്പോ പൈസയുടെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. എന്റെ പൈസ ഉള്ളപ്പോ എന്റെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എടുക്കും. എന്റെ ഇല്ലാത്തപ്പോ ഞാൻ ഏറ്റെടുത്ത് ചോദിക്കും. ഇത് ഡെയിലി 1000 1500 വെച്ച് ഇട്ട് കൊടുക്കെങ്കിൽ പിന്നെ ഞാൻ ആരായിരുന്നു? സൗദി ഷെയ്ഖിന്റെ മോനാ? ഡെയിലി 1500 രൂപ വെച്ചിട്ട് കൊടുക്കണ്ട. അതിന് മാത്രം അത്യാവശ്യം ഒന്നും അവിടെ ഇല്ല. ഇച്ചിരി പഞ്ചാരൊക്കെ ഇടാടേ, എനിക്ക് ഷുഗർ ഒന്നും ഇല്ല. നല്ല മധുരം ഇട്ടിട്ടുണ്ട് ഞാൻ. ഈ ഷുഗർ ഉള്ളവർക്ക് അതൊന്നും മനസ്സിലാവാത്തത്. കൊള്ളായിരുന്നു. ഉടങ്ങാണ്ട് വന്നവിടെ വിളിച്ചത്. എനിക്കില്ലേ സങ്കടം, എനിക്കില്ലേ ആഗ്രഹങ്ങൾ. ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടാ വന്നത്. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയണ്ടേ? എന്നോട് എന്താ പറഞ്ഞതെന്നറിയാം, പനിയാണ് ചുമയാണെന്നൊക്കെ. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയാം ഞാൻ ഭയങ്കര കുഴപ്പമായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ നന്നായി നിന്ന് അംഗീകരിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? റൊണാൾഡേ, എന്തുവാണ് റൊണാൾഡേ? നിക്കാൻ വേണ്ടി വന്നതല്ലേ? അങ്ങനെട്ടത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഈ പൂങ്കണ്ണീരൊക്കെ കെട്ടിയ അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ചിലപ്പോ മയങ്ങിപ്പോ. എപ്പോഴും മനുഷ്യന് ഒരുപോലെ ആവണമെന്നുണ്ടാ? മാറ്റമൊക്കെ വരും. എന്താ ഞാൻ പറഞ്ഞ, അവിടെ അമ്മച്ചി എന്നെ വിശ്വസിക്കത്തില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കത്തില്ല. കരയാതെ റോസ്മേരി, കരയാതിരിക്കേ. ഇങ്ങോട്ട് നോക്കിയേ. എടാ റൊണാൾഡേ, നീ എന്താന്ന് വെച്ചാൽ വർത്തമാനം പറഞ്ഞ അവളോട്. നീ വായിക്കാത്ത കോഴിക്കോട്ടെ വെച്ചോണ്ടിരിക്കണേ. എന്തി കരയണ്ടെന്ന് പറയാൻ പാടില്ലേ? പെട്ടെന്നൊരു മാറ്റം, അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ അടുത്ത് ഇതാണ് കുഴപ്പം, ഇതാ കുഴപ്പം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കണ്ടേ ചേച്ചി? എന്തുവാണ്? നിങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ രണ്ടു വഴിക്ക് പോ. അവക്കൊരു ആഗ്രഹമില്ല. എന്നും കുന്നും അവള് കൊടങ്ങാവളയിൽ നിൽക്കാണ്. നിന്റെ അടുത്ത് വരണോന്ന് തോന്നി ഒന്ന് വന്നതിന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോസ് ചേച്ചി ഇങ്ങനെ കരയണ കാണുന്നത്. ഇത് ശരിക്കും നെഞ്ചു പൊട്ടിയുള്ള കരച്ചില്ല. കരയാതെ സാരില്ല.
എല്ലാം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങനെ മാറി വയ്ക്കുന്നുണ്ടോ? ഞാൻ അതെല്ലാം സഹിക്കുന്നില്ലേ? എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ നാട്ടിലെടുത്ത് ഗൾഫിലും അവിടെ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നു. അവരുടെ ഭാര്യമാരെല്ലാം നാട്ടിലിരുന്ന് കരയെ ചെയ്യുക. എന്ന് വെച്ച് കുഞ്ഞമ്മച്ചിനെ പോലത്തെ ഒരാളാണോ വീട്ടിലുണ്ടാവുന്നത് എല്ലാവരുടെ വീട്ടിലും? അവൾ അത് സഹിച്ച് അവിടെ നിൽക്കണില്ലേ? ഞങ്ങൾ എപ്പോഴും പറയും റോസ് ചേച്ചി പോന്ന്, പക്ഷെ പോവണ്ടേ? അതെനിക്ക് ഇവിടെ പണി, എന്റെ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ വാരി നീ കിട്ടി. ഇപ്പൊ എന്തിനാ നുണ പറഞ്ഞത്? നീ പനിയായിട്ട് കിടക്കുവാന്ന്? പനിയായിട്ട് കിടക്കുവായിരുന്നോ? എന്നെ ഒഴിവാക്ക. അങ്ങനെ ഇവിടെ നോണ പറഞ്ഞതോ? ഇവിടെ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ അടുത്ത് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഞാൻ ആ വീട്ടു പഠിക്കലെത്തി. അവിടെ ഇങ്ങോട്ട് വരുവല്ലാന്ന് പറഞ്ഞില്ലായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത് അല്ലേ? അതൊന്നുമല്ല, ഞാൻ വരാന്ന് പറഞ്ഞു ഇവിടുന്ന് മുങ്ങും. എനിക്കതറിയാം. എന്തൊരു കഷ്ടമാണ് റൊണാൾഡോ. അതെ, വരുമെന്ന് പറഞ്ഞാൽ എന്തായാലും മുങ്ങും. ആ മതി. എനിക്ക് നന്നാവാൻ ഒരവസരം തരാനൊന്ന് പറ. ഞാനിനി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ ഇനി അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ പൊയ്ക്കോളാം. സമാധാനായിട്ട് മതി മതി. നീന്ന് വന്നേ, പോകുന്നോട്ട് വഴക്കൊന്നും പിടിക്കല്ലേ? ചെല്ലു. ബാഗ് കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലേ? കരച്ചിൽ കണ്ടിട്ട് നല്ല സങ്കടമുള്ള പോലെ തോന്നുന്നു. എന്താ എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? എനിക്കെന്ത് ഉദ്ദേശം? പറയാം. എവിടെ പോന്നു? എന്താ ഈ കുലീന സ്ത്രീയുടെ മുഖവിട്ട് ഡീസന്റ് സ്വഭാവം കാണിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാ ചോദിച്ചു. എനിക്ക് എന്റെ ഭർത്താവിനെ കാണുമെന്ന് പെട്ടെന്ന് തോന്നി, ഞാനിങ്ങി വന്നു. ഇന്നലെ രാത്രി വീഡിയോ കോൾ വിളിച്ച പോലും അങ്ങനെ ഒരു ആഗ്രഹം നീ പറഞ്ഞില്ലല്ലോ. ചേടാ, എനിക്ക് രാത്രി സ്വപ്നം കണ്ടു നിങ്ങളെ. അപ്പോൾ എനിക്ക് രാവിലെ പോരണോന്ന് തോന്നി. ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല റോസ്മേരി. നീ സാധാരണ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വിളിച്ചറിയിച്ച് കാടളകി വരുന്നൊരു വരവാ. ഇതിപ്പോൾ ആരെയും വിളിക്കാതെ അറിയിക്കാതെ നീ പെട്ടെന്ന് ഇവിടെ വന്നതിന്റെ കാര്യം പറ. എനിക്കൊരൊറ്റ ഉത്തരേ ഉള്ളൂ, എനിക്ക് എന്നെ ഭർത്താവിനെ കാണണമെന്ന് തോന്നി, ഞാൻ വന്നു. ഞാൻ വിശ്വസിക്കത്തില്ല. ഈ ലോകത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ആരെയെന്നറിയാം? ആരെ? എന്നെയാണോ? എന്നെ തന്നെ. കാര്യം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല ധാരണയുണ്ട്. ഏറ്റവും വിശ്വാസക്കുറവ് ആരെയെന്നറിയാം? ആരെയാ? നിന്നെ. കാര്യം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒടേ തമ്പുരാനും പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സത്യം പറയും, എന്താ ഉദ്ദേശം അതങ്ങ് പറ. ഉദ്ദേശം ഒന്നുമില്ല. ഇന്നലെ വരെയുള്ള റോസ്മേരി അല്ല ഇന്നത്തെ റോസ്മേരി. ആയിക്കോട്ടെ, ഇന്നലെ വരെയുള്ള റോസ്മേരിയിൽ നിന്ന് ഇന്നത്തെ റോസ്മേരിയിലേക്ക് മാറാൻ ഒരു കാരണമുണ്ടല്ലേ, അതങ്ങ് പറ. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് തോന്നി എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന്. അതിന് വണ്ടിക്കൂലി മുടക്കി ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് അവിടെ നിന്ന് മാറി അവിടെ തന്നെ നിന്നാ പോരെ. അവിടെ തന്നെ മാറി നിന്നിട്ട് എന്ത് കാര്യം? ആര് കാണാനുള്ള ആൾ ഇവിടെ അല്ലേ? കാണാനുള്ള ആൾ ഇന്ന് വീഡിയോ കോളും ഫോണിലൂടെ അല്ലാതൊക്കെ നിന്നെ കാണുകയും വിളിക്കുകയും ചെയ്യുന്നില്ലേ? പക്ഷെ നേരിട്ട് എനിക്ക് കാണിക്കണമല്ലോ എൻ്റെ സ്വഭാവം മാറിയത്. നിനക്ക് മൊത്തത്തിൽ മാറ്റം വന്നു, എനിക്കത് ബോധ്യപ്പെട്ടു. വൈകിട്ട് പോകാമല്ലോ. ഞാൻ പൊക്കോളാം, പക്ഷെ 2 ദിവസം കൂടെ കഴിയട്ടെ. അതെന്തിന്? എനിക്ക് നിങ്ങളെ കൊതിതീരി ഒന്ന് കാണണം, അത്ര തന്നെ. നല്ലൊരു സെൽഫി അങ്ങോട്ട് എടുത്ത് ഞാൻ നിന്റെ ഫോണിനകത്ത് ഇട്ട് തരാം. അങ്ങനെ വേണ്ട, എനിക്ക് നന്നാവാൻ ഒരവസരം താ. ഒരു പിള്ളാരെ അമ്മയ്ക്ക് അപ്പച്ചനെ കളിച്ചിട്ട് ഇവിടെ ഒന്ന് എങ്ങനെയാണ് നന്നാവും? നിനക്ക് അവിടെ നിന്ന് നിന്നാൽ പോരെ. അതല്ലേ ഞാൻ പറഞ്ഞപ്പോൾ മോനെ ചോദിക്കുന്നത്. അല്ലല്ലോ, എനിക്കറിയാം എന്നെ ആർക്കും വിശ്വാസമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ആരും കേൾക്കത്തില്ല. ലുക്ക്, നിന്റെ ഈ ഫേക്ക് ഗ്ലിസറിനകത്താണ് ഞാൻ വീണത്, നിന്നെ കെട്ടിയത്. വീണ്ടും അത് പൊടിച്ച് എന്നെ വലയ്ക്കാൻ നിൽക്കരുത് കേട്ടല്ലേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിച്ചാൽ മതി. നല്ല അകത്തോട്ട് പോവാം. തങ്കം ചേച്ചി ഒറ്റയ്ക്ക് കിടന്നെല്ലാം കഷ്ടപ്പെടും. തങ്കം ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാനൊന്ന് സഹായിച്ചിട്ട് വരാമെന്ന്. എന്തോ തീരുമാനിച്ചിട്ടുള്ള വരവാ. അത് തുറക്കണ്ട, അതിലൊന്നുമില്ല. അയ്യോ, അച്ചായന് കട്ടൻ കാപ്പി വേണ്ടേ? രാത്രി കട്ടൻ കാപ്പി കുടിക്കുന്ന ശീലമില്ലേ? ഞാൻ ഫ്ലാസ്കിൽ കട്ടൻ കാപ്പി നിറച്ച് വെക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ശരി, എന്നാ ഉണ്ടാക്കിട്ട് വരാം.
ഈ കണ്ടതും കാണിച്ചതും കാണിക്കാൻ പോകുന്നതും ഒന്നുമല്ല റോസ്മേരി. ഈ ചപ്പാത്തിക്കകത്ത് കറിക്കകത്ത് നിങ്ങൾ രണ്ടുപേരും വീണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനേ വീഴത്തില്ല. ഒക്കെ എന്തോ മാറ്റമുണ്ട്. അല്ല അവൾ ഇങ്ങനെ വന്നിട്ട് എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഇത് നേരത്തെ എഴുന്നേറ്റ് കുറച്ചു നേരം കിടക്കാൻ പാടില്ലായിരുന്നു? അല്ല റോസ്മേരി എപ്പോഴെന്നിട്ട്? ഞാൻ രാവിലെ ഒരു 4 മണിയൊക്കെ ആയി കാണും. ഇന്ന് ഉണർന്നതാ, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനിവിടെ തന്നെ രാവിലെ വന്ന് ഇതെല്ലാം അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അയ്യോ വേണ്ട, ഞാൻ ചെയ്യാൻ വേണ്ട വേണ്ട വേണ്ട, ഇന്ന് ഏതായാലും പിള്ളേർ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ചേട്ടത് പോയിച്ച് കുറച്ചു നേരം പോയി കിടക്ക്. ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റൂല. എന്നാലും വേണ്ട, അവിടെ പോയിരിക്കും. എന്നാലും എന്തിനാ വല്ലപ്പോഴും വന്നിട്ട് ഇങ്ങനെ ചെയ്യണേ? ഞാൻ ചെയ്തോളൂല്ലേ? ഇപ്പൊ ഞാൻ അവിടെ ചെയ്യാറില്ലേ, അതുപോലെയല്ലേ ഉള്ളു എനിക്ക് ഇവിടെ ചെയ്യുന്നത്. എന്നാലും എന്നാ ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിട്ട് തേങ്ങ എടുക്കാം. ചമ്മന്തി ഇത്രയും മതിയോ നോക്കിക്കേ, ഞാൻ അവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. അതും ഉണ്ടാക്കിയോ? ആ, സാമ്പാറും വെച്ച്. അയ്യോടാ. പിന്നെ ചേട്ടത്തിക്ക് ഞാൻ ചായ തരാം. മധുരമൊക്കെ പാകമാണോ നോക്കണം കേട്ടോ. എൻ്റെ ഒരു പാകത്തിന് ഇട്ടതാ. കൊള്ളാമോ? നല്ല ചായ. എന്നാലും എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ ഒരു സഹായത്തിന്? എന്തിനാ ചേട്ടത്തി, എനിക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളു ഇവിടെ. പൊയ്ക്കോ, പോയിരിക്ക്. ദോശ ആയി കഴിയുമ്പോ ഞാൻ വിളിക്കാമേ. ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഓ, ഞാൻ പറഞ്ഞതേ കുളിയും കഴിഞ്ഞിട്ട് ഈ മീനിലിട്ട് വാരണ്ട, ഞാൻ വിട്ടാന്ന് പറഞ്ഞതല്ലേ. ഓ പിന്നെ എന്റെ വീട്ടിൽ ഞാൻ വെട്ടത്തില്ലേ. ഞാനേ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി തരാം കേട്ടാ. ഇത് വറുത്താ മതിയെന്നേ. എനിക്കൊരു സ്പെഷ്യൽ കറി അറിയാം. അയ്യോ, ഞാനൊരു ദിവസം വീട്ടിലുണ്ടാക്കിട്ടേ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നറിയാ. പിന്നെ എന്നെ അമ്മച്ചി പുകഴ്ത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്ന് ലൈഫിൽ ആദ്യമായിട്ട് എന്നെ പുകഴ്ത്തി. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കത്തുള്ളൂ, പക്ഷെ ഉണ്ടാക്കണതിനൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പറയാൻ പറ്റും. ഒരു ദിവസം ഉണ്ടല്ലോ, എനിക്ക് മറ്റേ കവളം മടൽ ഉണ്ടല്ലോ, അതിന് വെച്ചിട്ട് പുറത്ത് നല്ല അടിയും കിട്ടി. കറി വെച്ചിട്ടാ? കറി വെച്ചിട്ടല്ല, മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ചാളയായിരുന്നു. ചാളയ്ക്ക് ഭയങ്കര വിലയായിരുന്നു. ചാള വെട്ടിക്കൊണ്ടിരുന്നപ്പോഴേ അപ്പുറത്തെ റോസിയില്ലേ, അവളൊരു ഫേസ് പാക്കും കൊണ്ട് വന്നേ. ഫേസ് പാക്ക് കണ്ടത് ഞാൻ മീൻ അവിടെ ഇട്ടിട്ട് മുഖത്ത് അത് ഫേസ് പാക്ക് ഇടാൻ വേണ്ടിട്ട് പോയെന്നേ. എനിക്ക് എനിക്ക് ഒരുങ്ങുന്ന എന്തെങ്കിലും കണ്ടാ പിന്നെ ഞാനങ്ങ് മതിമറന്നു പോകും. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പൂച്ച അത് മൊത്തം തിന്നു തീർത്ത്. അമ്മച്ചി എന്നെ അവിടെ എല്ലാം ഇട്ട് ഓടിച്ചു. ഞാനാണെങ്കിൽ മുഖത്ത് ഫേസ് പാക്ക് ഇട്ടിട്ട് ആ കുര്യന്റെ കട വഴി ഓടി. രസോ എന്റെ പൊന്നെ, ഭയങ്കര രസാ. ചേട്ടത്തി ഇറങ്ങുവാ. അയ്യോ പോവല്ലേ അച്ചായോ, അച്ചായോ പോവല്ലേ പോവല്ലേ പോവല്ലേ. നീയാ ഇതല്ല പൊതിച്ചോറ്. പൊതിച്ചോറാ? ആർക്ക്? എന്റെ അച്ചായന്. സ്വപ്നമാണ്. ചമ്മന്തി ഉണ്ട്, മുട്ട പൊരിച്ച്. ഓ
ചമ്മന്തിയുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്. എനിക്കിപ്പോ ഇത് ഇവിടുന്ന് കഴിച്ചാല് പണിക്ക് പോകുമ്പോ കഴിക്കാനോ? താങ്ക്സ്. എന്തിന്? അവിടെ ഇന്നെ എന്തോ ഇത് ഷോക്കായി പോയി. പോടുന്നു. അടിക്കട്ടെ. എടാ, ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക്. അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളോടൊപ്പം ഒതുങ്ങി വരണമെന്നില്ല. അതുകൊണ്ടാവണം നീ ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്ക് ഈ വീടും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഓടി കിടന്നത്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ടൈമാണ്. അവൾക്കായിട്ട് തോന്നി അല്ലേ? അവൾക്കായിട്ട് തോന്നി, അവളായിട്ട് ഒതുങ്ങി വന്ന് നിന്നോടൊപ്പം നിൽക്കുക. ഇനി നീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല മച്ചമ്മേ, ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ റോസ്മേരി എൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം ഞാൻ ആഗ്രഹിച്ചു, അതാണ് ഇപ്പോഴത്തെ എൻ്റെ റോസ്മേരി. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും, റോസ്മേരി വഴക്കുകളൊക്കെ നിർത്തണേ, അമ്മച്ചിയുടെ നല്ല ഇതായിട്ട് പോണേ, അതുപോലെ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്ന ഈ അലട്ടുകളൊക്കെ മാറ്റണേ. സത്യം ഇപ്പം ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നും അവളെ എൻ്റെ ഭാര്യയാന്നല്ലേ. സത്യം തന്നോളൂ. അത് ഈ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാടാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ആ കുടുംബം ഒരു കുടുംബമായി മാറുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, എന്ത് കുടുംബം? രണ്ട് വ്യക്തികളാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം രണ്ടല്ലേടാ, ഒന്നല്ലല്ലോ. അപ്പം അത് ഇപ്പം എൻ്റെ കുറവുകൾ ലില്ലി മനസ്സിലാക്കുന്നതുകൊണ്ടും ലില്ലിയുടെ കുറവുകൾ ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ കുറവിനെ ഒരു കുറവല്ലാതെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. നമ്മൾ മാറി നിൽക്കുമ്പോൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കും, അകന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ നമ്മൾ വഴക്കുറഞ്ഞുകൊണ്ട് നീ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിന്റെ കുട്ടികളെയും കുടുംബത്തെയും കാണാൻ നീ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നിന്നെ വഴക്കുറഞ്ഞിരുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവാധീനം കൊണ്ട് ഇപ്പൊ അവൾക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, എന്തായാലും ശരി തന്നെ അവളൊരു നല്ല തീരുമാനം എടുത്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മച്ചമ്പി. ഭൂലോക ജോലിക്കളി അവളിവിടെ വന്ന് എന്തെല്ലാം ജോലി എന്നറിയാം. അങ്ങനെ ചേട്ടത്തെ അടുക്കള കയറാൻ സമ്മതിച്ചിട്ട് അവിടെ കയറി എല്ലാ ജോലികളും ചെയ്തു. എൻ്റെ തുണികൾ മുഴുവനും വാഷ് ചെയ്തു, എൻ്റെ റൂമെല്ലാം വൃത്തിയാക്കി, മെത്ത തലയണക്കമ്മി എല്ലാം റെഡിയാക്കി. ഞാൻ എന്തോ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. എനിക്കത് അയ്യോ അല്ല, അതാണ് എല്ലാരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പൊ എല്ലാരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാന്ന് പറഞ്ഞാല് മാറ്റമാണ് അല്ലേ? അവര് സ്വയം മാറിയപ്പോഴേ ആരും പറഞ്ഞിട്ടല്ല, അവർക്ക് സ്വയം തോന്നി ഇതാണ് ശരിയെന്ന്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണ്? എല്ലാവർക്കും സന്തോഷമായി. നീയും അതുപോലെ ആവണം. മച്ചമ്പയെ എനിക്ക് സഹായിക്കണം. മച്ചമ്പി ഏതെങ്കിലും ഒരു ഷോറൂമിൽ എനിക്കൊരു സ്ഥിര വരുമാനം ആക്കി തന്നെ. അല്ലാതെ ഇങ്ങനെ വല്ലപ്പോഴും ഈ മാവിൻ്റെ മൂട്ടിലും അവിടെ പോയി പണി ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഇനി പിള്ളേർ വളർന്നു വരുന്ന ആവശ്യങ്ങളും ആ ഓട്ടോ പാർക്ക് അരുണിന്റെ അടുത്ത് കൊണ്ട് ആക്കിയല്ലായിരുന്നു. എന്നിട്ട് നീ നിനക്ക് വൈകുന്നേരം ഓടിയല്ലേ? നീ പറയുന്ന പോലെ അറിയാമല്ലോ അന്നത്തെ കാര്യങ്ങളൊക്കെ. ഇനി അത് പറ്റത്തില്ല. മറ്റമ്മ എനിക്ക് എവിടെങ്കിലും ജോലി റെഡിയാക്കി. അഥവാ ജോലി റെഡി ആയാലേ ഞാൻ തിരിച്ച് നാളേക്ക് പോകും. അവിടെ പോയി പഴയ വർക്ക്ഷോപ്പ് ചീമ്പനുമായിട്ട് ആലോചിച്ചിട്ട് ഒന്നുകൂടെ റെഡിയാക്കി എടുക്കും. ചീമ്പന്റെ കൂടെ ഒന്നല്ല അല്ലെന്ന്, ചീമ്പന്റെ കൂടെ ആണെന്നിട്ടാണ് നീ ഇതായി പോണത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമില്ല, നീയും കൂടെ നല്ല വിട്ടുവീഴ്ചകൾ ചെയ്യണം. തീർച്ചയായിട്ടും. പിന്നെ നിനക്ക് ജോലിയുടെ കാര്യം നമുക്ക് റെഡിയാക്കാന്നുള്ള കാര്യങ്ങൾ. ആ സ്റ്റേഷൻ്റെ അടുത്തൊരു ഒരു ഷോറൂം ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞുള്ളത്. അപ്പം അത് ചിലപ്പോൾ നല്ല വർക്കേഴ്സിൻ്റെ ഒക്കെ ആവശ്യം വരും. അതാകുമ്പോൾ മച്ചമ്പി നോക്ക്, മച്ചമ്പിയുടെ ഒരു നോട്ടം ഉണ്ടെങ്കിൽ ഞാൻ നന്നാവും. മാമനാണ് ഇപ്പൊ പറയാ. അമ്മച്ചി ഇവിടെ ഉണ്ട്. ಅಲ್ಲಿ ತುಂಬಾ ಜಗಳ ಮಾಡ್ತಾರೆ ಮನೆಯಲ್ಲಿ ಹುಡುಗಿಗಳೆಲ್ಲ ಬಂದ್ಬಿಟ್ಟು ಜಗಳ ಮಾಡ್ತಾರೆ. ಅವಳು ದುಡ್ಡು ತಗೊಂಡು ಹೋಗುತ್ತೆ, ಜಾಸ್ತಿ ದುಡ್ಡು ತಗೊಂಡು ಹೋಯ್ತು. ನಾನು ಏನ್ ಮಾಡ್ತೀನಿ? പൈസ നിങ്ങളുടെ പൈസ ഞാനൊരു കാര്യം പറയാം, നീയും അവളും മാറേണ്ട ഒരു കാര്യമില്ല. നിന്റെ അമ്മ ആദ്യം മാറ്റാൻ പറഞ്ഞു. അമ്മ ഞാൻ എങ്ങനെ മാറ്റും? ആരോട് പറയാനാ? ഇവിടെ ഉണ്ട്. എന്താ എന്റെ ദൈവമേ, അവിടെ കുതിരെടുപ്പിനുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ കൊടുക്കാങ്ങളല്ലേ കാര്യം പറയാ. എന്താ ചെയ്തെന്നറിയാമോ? ഇവിടെ അത്തച്ചൊട്ടി എല്ലാം കൂടെ പിരിച്ച് നാട്ടുകാരെല്ലാം കൂടെ പിരിച്ചിട്ട് ഇവിടെ ഇന്ന് കൊടുക്കും, നാളെ കൊടുക്കും, മറ്റന്നാൾ കൊടുക്കും എന്നും പറഞ്ഞിട്ട് ജനങ്ങളടുത്തെല്ലാം പറഞ്ഞിട്ട് ഇവളീ പൈസ ഞാൻ അറിയാതെ ഏതോ ഒരുത്തേക്ക് പലിശ കയറ്റി കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഇവള് കൊണ്ടാ കൊടുത്തടാ. കൊടുത്തിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഇപ്പൊ കൊടുത്തവളെ ഫോൺ വിളിക്കുമ്പോ അവള് പോയി, അവള് സ്ഥലം വിട്ട്. എന്നിട്ട് എന്താ ഇതറിയാമോ? ഈ നാട്ടുകാരെല്ലാം എല്ലാരുടെ അടുത്ത് പറഞ്ഞേക്കുന്നറിയാമോ ഞാൻ കൊടുക്കുമെന്ന്. ഈ പുല്ലുകളെ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ആ വീട്ടിൽ വന്ന് കാവലിരിക്കുവാടാ. എനിക്കിപ്പോ വീട്ടിനകത്ത് കയറും. എന്ത് അവളെ വിളിക്കവളെ?
റോസ്മേരി എന്തിനാ എന്താ ഇങ്ങോട്ടോടി. ആ അമ്മച്ചി നീ എന്തോടി കാണിച്ച അവിടെ? എന്തോടി കാണിച്ച നീ? എനിക്കൊന്നും എന്തോടി നീ കാണിച്ചേ? നാട്ടുകാരെ മൊത്തം എന്റെ അടുത്തോട്ട് ഇളക്കി വിട്ടിട്ട് നീ എന്തോടി കാണിച്ചേ? ഈ ചുട്ടി പൈസ പിരിച്ചാലോ നീ അവിടെ കൊണ്ട് കൊടുത്തോടി? സുഷമ്മയുടെ കയ്യില് സുഷമ നമ്മുടെ അവിടുത്തെ സുഷമ്മ പലിശക്ക് 8 രൂപ പലിശക്ക് ഓടി സുഷമ. സുഷമയ്ക്ക് ഇപ്പൊ വിളിച്ചാ കേട്ടാട്ടിരിക്ക. ഒരു ഞാൻ വല്ലൊക്കെ വിളിച്ചാ പറയണ്ട. നാക്കു ചൊറിഞ്ഞു ചൊറി വരുന്നത് കാണിക്കട്ടെ. എടാ നമ്മളിനി എങ്ങനെ കൊടുക്കടാ? ഒരു തരം പൊന്നും അവിടെ പണയം വെക്കാനില്ല. എങ്ങനെ കൊടുക്കും നീ പറയടാ. ചാവാനെ പറ്റത്തോളടാ നാട്ടാറ് മുമ്പിൽ. എവിടുന്നാന്ന് വെച്ചപ്പോ പൈസ ഒപ്പിച്ച് കിടക്കാളെ കൊടുക്കണി കൊണ്ട്. അയ്യോ ഇടിക്കുന്നു അച്ഛാ. അങ്ങനല്ലായിരുന്നു. സുഷമ്മ എന്റെ അടുത്ത് പറഞ്ഞ ആ പൈസ ഇങ്ങനെ തന്നാൽ 8 രൂപ പലിശ തരാം, അപ്പൊ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവള് മുങ്ങുമെന്ന് ഞാൻ അറിഞ്ഞില്ലയോ? നീ മാറി എന്ന് വിചാരിച്ച ഞാനും ഈ വീട്ടുകാരെല്ലാം മണ്ടനായിരിക്കും. നീ അവിടുന്ന് മുങ്ങാൻ വേണ്ടി ഓരോ കള്ളത്തരം പറഞ്ഞ് കള്ളാപ്പിനെ അടിച്ചല്ലേ ഇവിടെ വന്നത്? നീ മാറി എന്ന് പറഞ്ഞ ഞങ്ങളെല്ലാം നീ പൊട്ടലാക്കി അല്ലയോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല? മര്യാദക്ക് അവിടെ പോയി പൈസ കൊടുക്കളെ എങ്ങനെ സെറ്റിൽ ചെയ്തോണം. ഇറങ്ങടി. ഞാൻ വരത്തില്ല. എന്നെ കവളം പറഞ്ഞ തല്ലാനാ. ഞാൻ വരത്തില്ല. ഇല്ല ഞാൻ വരത്തില്ല. എന്നെ വിടല്ലേ ചേട്ടത്തി, എന്നെ വിടല്ലേ. എനിക്ക് വയ്യ. അയ്യോ തലറങ്ങുന്നേ തലറങ്ങുന്നേ തലറങ്ങുന്നേ. Aliens.